ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, അതായത് ഒരു നല്ല വലിപ്പമുള്ള ബെഡ്റൂംസിൻ്റെ അറ്റാച്ച് ചെയ്ത് വരുന്ന ബാത്റൂം നമുക്ക് എങ്ങനെയാണെന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റേതായ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടി കൂടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കൺസീൽ ഫ്ലഷ് കാര്യങ്ങൾ വെക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ വരുന്ന സമയത്ത് നമ്മൾ ഒരു 60 സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിൽ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാഷ് ബേസിന് ഒരു 60 സെൻറ്റിമീറ്ററാണ് നമുക്ക് നോർമൽ ലെവലിൽ വേണ്ടത്. അപ്പോൾ ഒരു വാഷ് ബേസ് നമ്മളവിടെ കൊടുത്തു. അത് നമുക്ക് വേണമെങ്കിൽ കൺസീൽ ചെയ്യുന്ന രീതിയിൽ മൊത്തം കൺസീൽ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഹാഫ് പെഡസ്റ്റലും കൂടി വരുന്ന രീതിയിൽ, അതായത് താഴെ ഈ പറയുന്ന പൈപ്പുകളൊന്നും കാണാതെ ഹാഫ് പെഡസ്റ്റ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കുളിക്കുന്ന ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. കുളിക്കുന്ന ഏരിയ ഇതുപോലെ തന്നെ 90 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. 90 സെൻറ്റിമീറ്റർ നമുക്കൊരു 100 സെൻറ്റിമീറ്റർ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും ലെങ്ത്ത് ബാത്റൂമിന് ഉണ്ടെങ്കിൽ നമുക്ക് 100 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഇനി അതല്ല 90 താഴേക്ക് ഒട്ടും കുറഞ്ഞു പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 90 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുത്തു. അതിൻ്റെ റൈറ്റ് സൈഡ് തന്നെ ഡൈവേർട്ടർ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡ് തന്നെയാണ് ഹോബ് ഡിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കോർണറിലേക്ക് നീക്കി അപ്പുറത്ത് ഭിത്തിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ബാത്റൂമിന് പൊതുവെ ചെറിയ ഒരു ലെങ്ത്ത് വ്യത്യാസമുണ്ട്, ലെങ്ത്ത് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് നമ്മളത് കൊടുത്തു. കൺസീൽഡ് ഫ്ലഷ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റ്, അതുപോലെ തന്നെ ഹീറ്റ് ടണൽ ഓപ്ഷൻ, പിന്നെ നമ്മൾ ലൈറ്റ് സാധാരണ നോർമൽ ലൈറ്റ് ഉണ്ടാവും. ഇനി സീലിങ്ങിൽ വേണമെങ്കിൽ സീലിങ്ങിൽ ഒരു ലൈറ്റ് വരുന്നുണ്ടാവും. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാൾ ഹാങ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് വാൾ ഹാങ്. കൺസീൽഡ് ഫ്ലഷ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ ഭിത്തിയുടെ ഉള്ളിലേക്ക് തുറന്നല്ല വെച്ചിരിക്കുന്നത്. അത് പുറത്ത് വെച്ചതിന് ശേഷം കെട്ടി തിരിച്ച് ക്ലിയർ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ബാത്റൂമിൻ്റെ താഴെ നമ്മൾ ഈ 4-5 പൈപ്പ് കൺസീൽ ചെയ്ത് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് പൈപ്പ്, അതായത് ബെൽറ്റിൻ്റെ കമ്പി കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സേഫ്റ്റി ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡൈവേർട്ടർ സിസ്റ്റമാണ്. പിന്നെ റെയിൻ ഷവർ കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും തന്നെ ബാത്റൂമിൽ കൊള്ളിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമൽ ലെവലിൽ നമുക്ക് ഒരു ബാത്റൂം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് ആദ്യം ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഒരു 60 സെൻറ്റിമീറ്റർ, കുളിക്കുന്ന ഏരിയ ഒരു 90 സെൻറ്റിമീറ്റർ, പിന്നെ നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ ഒരു 90 സെൻറ്റിമീറ്റർ, ഇങ്ങനെയാണ് നോർമൽ ലെവലിൽ വരുന്നത്. അതിന് നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, കുളിക്കുന്ന ഏരിയ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി വരുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മെഷർമെൻറ്റിൽ ചെറിയ വ്യത്യാസം വരുത്താം. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ബാത്റൂമിൻ്റെ സൈസ് അനുസരിച്ച് കുളിക്കുന്ന ഏരിയ മിനിമം നമുക്കൊരു 90 അല്ലെങ്കിൽ ഒരു മീറ്റർ കിട്ടുകയാണെങ്കിൽ, ഒരു 100 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ കുളിക്കുന്ന സമയത്ത് കൈയും എടുത്ത് കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഭിത്തിയുമ കൈ തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 100 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ 100 സെൻറ്റിമീറ്ററിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ അതിൻ്റെ ഷവർ വാൽവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ നീറ്റ് ബാത്റൂമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ട്രാപ്പിൻ്റെ ഒരു കാര്യം വേറെ ഒന്നുമില്ല. ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കുളിക്കുന്ന ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ മൾട്ടി ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.